ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി റെഡിയായി കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഇനി NS പോകണം. അപ്പം NS പോകുമ്പോൾ കാണിച്ചു തരാം. നിഷ വന്നിട്ടുണ്ട്, ആൻഡ്രൂ വന്നിട്ടുണ്ട്. ആൻഡ്രൂനെ കാണിച്ചു തരാം. അപ്പം തമ്പുരുവും കുഞ്ഞമ്മയും ഹോസ്പിറ്റലിലോട്ട് വരും. ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഇന്നത്തെ പരിപാടി കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ. ഞാനും എൻ്റെ നാത്തൂനും പോകില്ലാണ് ഗൈസ്. എവിടെ പോകും? നമ്മൾ NS പോകുന്നു. നിങ്ങൾ ആൻഡ്രൂനെ കാണിച്ചു തരട്ടെ. എൻ്റെ ആകെയുള്ളൊരു നാത്തൂന് അതാ പോകുന്നത്. കണ്ടാച്ചാലും മതി. ഇതാണ് ഞങ്ങളുടെ ആൻഡ്രൂ. കണ്ടോ? ആൻഡ്രൂയിലാണ് ഞങ്ങൾ പോകുന്നത്. താക്കോൽ തരൂ, പിടിക്കൂ. എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ആൻഡ്രൂയിൽ പോവാം. ടാറ്റാ വീടേ. നല്ല ലൈറ്റിങ്. ബൈ. ഞങ്ങൾ പോട്ടെ. ഞാൻ ഞങ്ങളുടെ ആൻഡ്രൂ. താക്കോലൊക്കെ ഉണ്ട്. പോട്ടെ, പോയിട്ട് വരാം ഗൈസ്. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒന്നും പറ്റാ പാസഞ്ചർക്ക് അറിയാം. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചില്ല. ഗതികേട്. നീ പോട്ടെ ഗൈസ്. എന്തെങ്കിലും അമ്മാമ്മ പോട്ടെ. നമ്മളിനി അപ്പോൾ ഇതാണ് NS ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി. പാലത്ത് ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുമ്പോൾ തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 500 മീറ്റേഴ്സിന് അപ്പുറമാണ് NS ഹോസ്പിറ്റൽ. ഇത് NS കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. ഞാൻ ഇവിടെയാണ് പണ്ട് 2018 ഈ ആശുവിന് ബർത്ത് ചെയ്തത്. അന്ന് ഇത് ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഒറ്റ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ബർത്തിങ് സൂട്ടൊന്നും ഇല്ലായിരുന്നു. ദിയാകൃഷ്ണൻ പ്രസവിച്ച പോലെ പ്രസവിക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. നടന്നില്ല പോല്. ഇപ്പോൾ ഇത് വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ. അത്യാവശ്യം കൊല്ലത്ത് ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് NS. അപ്പോൾ ഇവിടെ തന്നെ പുതിയൊരു ബ്ലോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ, ചൈൽഡ് ആൻഡ് മദർ ബ്ലോക്കൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ, ഡോക്ടറെ കാണാനുള്ള സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിരക്ക് കുറവാണ് ഇവിടുത്തെ കൗണ്ടേഴ്സിന്. ഫ്രണ്ടിലത്തെ കൗണ്ടറിൽ ഭയങ്കര തിരക്കും ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നാണ് സാധാരണ എടുക്കുന്നത്. ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ ഒരു ബേബിയൊക്കെ കാണാം, നല്ല ക്യൂട്ട് ബേബിയല്ലേ. സാധനമൊക്കെ മേടിച്ചു, ഞങ്ങൾ തുണ്ടൊക്കെ എടുത്തു. അപ്പം പോയി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അവർ വരുത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കത്തില്ലേ, കുറേ നേരം അങ്ങനെയും പോകും. പക്ഷേ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ടോക്കൺ വിളിക്കാൻ ഇനി ഒരാൾ ഇറങ്ങാനുള്ള താമസമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്യുക, അവർ വരുമോ താമസിക്കുമോ എന്നൊക്കെ. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ ഫുള്ളി പാക്ഡ് ആയിരുന്നു. ശനിയാഴ്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ തിരക്കായിരുന്നു. ഇത് ഞങ്ങളുടെ സിജി ചേച്ചി, അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, കസിൻ സിസ്റ്ററാണ്. ചേച്ചി ഇങ്ങനെ ആലോചിക്കുക ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ തമ്പുരും കുഞ്ഞമ്മയും വന്നു. ഞങ്ങൾ ഇന്നലെ ഏതാണ്ടൊക്കെ പ്രതീക്ഷ വന്നത് എന്തോന്നു ചോദിക്കാം. ഏതാണ്ടൊക്കെ കുറേ പേപ്പറുണ്ട്. ഇത് കുറേ മാസം കഴിഞ്ഞ് മറ്റിപ്പോഴും അത് DRC പിടിച്ചോണ്ടിരിക്കുക. അത് മാത്രമേ നോക്കിയുള്ളൂ. പിന്നെ പൊട്ട ലാബിലാണ് നോക്കി. അവർ വീണ്ടും ലാബ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഡോക്ടറെ കണ്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോൾ ദേണ്ടി നിൽക്കുന്ന ഞങ്ങളുടെ വല്യമ്മച്ചിയും കല്ലുകുട്ടിയും. അപ്പോൾ അവർ വേറെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുക, വല്യമ്മച്ചി വരുമോ എന്ന്. നിങ്ങൾ കേട്ടു നോക്കാം. ഓക്കെ, ഞാൻ എന്തിനായിരുന്നു, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങൾ. ഞാൻ വരാം. കണ്ടോ ഏതൊക്കെ കണ്ടോ, എന്നെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ആശുപത്രി. നീ എന്തിനാണ് വിഷമിക്കുന്ന കല്ലു? നിന്റെ അത്രയും വെയിറ്റ് ഉള്ളു. ഞാൻ വരാം. അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഞാൻ നേരെ ഈ പെണ്ണിനെയും കൊണ്ടുപോയി ബ്ലഡ് എടുത്തു. ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഗൈസ്. ഡോക്ടറെ കാണിച്ചിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകും. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകുന്നു. ഞാൻ വീട്ടിൽ പോകുന്നു പറയാം. വീട്ടിൽ പോയി എന്തെങ്കിലും കാപ്പി. നിശയ്ക്ക് കണ്ണാടി പിടിക്കാൻ പോകണം. നിശയ്ക്ക് തമ്പുരു മാത്രമേ വിളിച്ച് മാച്ചില്ല. ഞങ്ങൾക്ക് കണ്ണാടി മേടിക്കാൻ പോകണം ഗൈസ്. കണ്ണാടി നിശയ്ക്ക് കണ്ണാടി മേടിക്കാൻ പോകണം. ലെൻസ് കാർട്ടിൽ. അങ്ങനെ കുഞ്ഞമ്മയാക്കിയിട്ട് ഞങ്ങൾ നേരെ ലെൻസ് കാർട്ടിൽ വന്നു. ലെൻസ് കാർട്ടിൽ വന്നപ്പോൾ ഇവിടെ പിന്നെ അങ്ങ് ഫാഷൻ ഷോ ആയിരുന്നു. ദൈവമേ, ഓരോ കണ്ണാടി വെക്കുന്നു, ഊരുന്നു, അഭിപ്രായം ചോദിക്കുന്നു, പല പല കോലങ്ങളും കാണാമായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. ഈവൻ ഗർഭിണി പോലും ഒരു കണ്ണാടിയെ പോലും വെറുതെ വിട്ടില്ല. എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ നിശ ഒരു പവർ ഗ്ലാസ് നിശയ്ക്ക് വേണ്ട, നോർമൽ ഗ്ലാസ് ആണ് വേണ്ടത്. എൻ്റെ തമ്പുരു എല്ലാം ഞങ്ങൾ വെച്ച് നോക്കി. ഇപ്പം ദിസ് 600 റുപ്പീസിൽ 2000 എന്തുവാ ഈ കണ്ണാടി കൊള്ളാം അല്ലേ? പ്രസവിക്കാൻ പോവാതെ പിന്നല്ലേ ബുജിയോ. മറ്റേ മഞ്ഞ കണ്ണാടി എടുത്ത് വെച്ച് നോക്കി, ഓറഞ്ച് കണ്ണാടി നീ ഒന്ന് വെച്ച് നോക്കി, കൊള്ളാമെന്ന്. ഏതോ സിനിമയിലൊക്കെ പറയത്തില്ലേ ഇത് UDC അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു 600 റുപ്പീസിൻ്റെ ഗ്ലാസ്സാണ്. റീഡിങ് ഗ്ലാസ് അല്ല, നോർമൽ പവർ ഇല്ലാത്ത ഗ്ലാസ്സാണ്. അതാണ് അവൾക്ക് വാങ്ങിയത്. പിന്നെ ഞാൻ ഇതിൽ
ചില ഇൻഫ്ലുവൻസസൊക്കെ എടുത്തില്ല പച്ചക്കണ്ണാടി ഞാൻ വെച്ചപ്പോൾ പൊട്ടനെ പോലെ ഇരിക്കുന്നു. പിന്നെ ഇത് പൊട്ടി ഏതോ കണ്ണാടിയുടെ ഫ്രെയിം എടുത്ത് വെച്ച് ഉണ്ടാക്കിയ ഗ്ലാസ്സാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. പിന്നെ കണ്ണിന് ടെസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ. അത് ഫ്രീ ആണ് അവിടെ ടെസ്റ്റിങ്. എല്ലായിടത്തും ഫ്രീ ആണ്, പക്ഷേ നല്ലതായിരുന്നു. എനിക്ക് പവറൊക്കെ വേരിയേഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു 800 ഗ്ലാസ്സാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റിയ ഗ്ലാസ്. അപ്പോൾ നമുക്ക് തമ്പുരു നിശകളായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടിത്തെറി സംഭവിച്ചു. നിഷയും നിഷയുടെ ഭർത്താവും തമ്മിലൊന്ന് ഇടിയായി. അപ്പോൾ അങ്ങനെ നിഷ മിനിസോയിൽ കയറിയില്ല. ഞങ്ങളെല്ലാവരും കൂടെ മിനിസോയിൽ കയറാൻ പോയപ്പോൾ തമ്പുരു പറയുകയാണ് തമ്പുരുവിൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ കാറിൽ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെന്ന്. കാരണം ഹോസ്പിറ്റലിൽ പോയതെല്ലാം കാറിൽ വെച്ചേക്കുമായിരുന്നു. കോമഡി ആയിട്ട് തോന്നുന്നു. ആ സമയത്ത് നല്ല കോമഡി ആയിരുന്നു. ഇനി ഈ പൗച്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിസോടെ. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പൈസ കൊണ്ടുവന്ന പൗച്ച് എപ്പോഴും മിനിസോയിൽ നിന്നായിരിക്കും. പിന്നെ ഈ ബാഗുകളിൽ നിന്ന് ഒരു ബാഗ് ഞാൻ വാങ്ങി 169 രൂപയുള്ളൂ കേട്ടോ. മിനിയമ്മയ്ക്ക് വാങ്ങിയതാണ്. ഏത് കളറായിരിക്കും ഞാൻ വാങ്ങിയേ കമൻറ്റ് ചെയ്യാവോ ഏത് കളറായിരിക്കും എന്ന്. പിന്നെ ഈ ബാർബിയുടെ സെക്ഷൻ പിള്ളേരെയും കൊണ്ടൊന്നും വരല്ലേ ഗായ്സ് ഇവിടെ. ഇതിന് 1300 രൂപ അടുപ്പിച്ചെങ്ങാണ്ട് ഈ ബാർബിയുടെ ബാഗ്. നല്ല ഭംഗിയില്ലേ എടി മനുഷ്യൻ അവളങ്ങനെ പല പൊട്ടത്തരങ്ങളും പറയും. നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഈ ഡോളിന് പറയുന്നത് എന്തോ ഒരു പപ്പിയാണ് കേട്ടോ. അത് നല്ല രസമാണ്. പിന്നെ ഒരുപാട് മാസ്കുകളുണ്ട്, പിന്നെ വൈപ്സുകളുടെ കളക്ഷൻസ്, പിന്നെ ഈ ട്രോളി മിനി ഐറ്റംസാണ് എല്ലാം കേട്ടോ. ട്രോളിയും കൊണ്ട് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ പോകാൻ തോന്നുന്നു. പിന്നെ ലിൻഡ് റോളർ കണ്ടു. നല്ല ക്രിയേറ്റീവായിട്ടുള്ള ലിൻഡ് റോളർ. പിന്നെ നെക്ക് പില്ലോ അതിനൊക്കെ ഇച്ചിരി വിലയുണ്ട് കേട്ടോ. 600 രൂപ അങ്ങനെ. പിന്നെ ഒരു ക്രോക്സിൻ്റെ ബാഗ് കണ്ടു. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ കാണത്തില്ലേ ക്രോക്സിൻ്റെ ബാഗ്, അതുണ്ട്. 700 രൂപ സംതിങ് ആണത്. പിന്നെ ഒരുപാട് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മായി അങ്ങ് തൂക്കി നോക്കുവാണ്. ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് അവൾ എടുത്തത് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഡസ്റ്റ്ബിൻ, നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. എപ്പോഴും നമ്മൾ വില ഭയങ്കര അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമല്ല, എന്നാലും കൊച്ചു കൊച്ചു സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അങ്ങനെ 190 രൂപയാണ് ഈ 3 കമ്മലിൻ്റെ സെറ്റിനൊക്കെ. പിന്നെ കുറേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാലകളുണ്ട്. പിന്നെ എല്ലാം മിനിസോയുടെ പ്രൊഡക്ട്സാണ് ഈ സ്റ്റോർ ഫുള്ളുള്ളത്. വേറൊരു ബ്രാൻഡിൻ്റെയും ഇല്ല. അവർ ഫുള്ളി മിനിസോ ആ കമ്പനിയുടെ തന്നെ സാധനങ്ങളാണ്. ഈ ഇങ്ങനെ ഞെക്കാൻ പറ്റുന്ന ടോയ്സ് അടിപൊളിയാണ്. പിന്നെ കുറേ കട്ട്ലറീസ് ഉണ്ട്, ചോപ്സ്റ്റിക്കൊക്കെ ഉള്ള കട്ട്ലറീസ് ആ ബോക്സിലിട്ട് വെക്കുകയും ചെയ്യാം. അത് കൊള്ളാം. പിന്നെ ഈ ബാർബി സെക്ഷൻ എന്നെ അങ്ങ് മാടി വിളിക്കുമോ പുല്ല്, അതിൻ്റെ അടുത്ത് പോകണ്ടായിരുന്നു. പിന്നെ കപ്പുണ്ട്, ഇതുപോലെ ലഞ്ച് ബോക്സസ് ഉണ്ട്, പിന്നെ ചപ്പൽസുകളുണ്ട് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ കുറേ ടംബ്ലേഴ്സും കുപ്പികളും ഒക്കെ ഉണ്ട്. പിന്നെ കൊച്ചു കുറേ സാധനങ്ങൾ, കാർപ്പറ്റുകൾ, എല്ലാം നല്ല ഒരു ക്യൂട്ട് ഐറ്റംസാണ് എല്ലാം. പിന്നെ ഇത് മിന്നി മൗസിൻ്റെ സെക്ഷനിൽ ഇരിക്കുന്ന ആളുടെ പേര് ഒരു പിടുത്തമില്ല. സ്റ്റിച്ച് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആരാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടില്ല ഈ കാർട്ടൂൺ, അതുകൊണ്ടാണ്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ എന്തുവാണിത്. പിന്നെ ഒരുപാട് ബേസിനുകൾ, വേസ്റ്റ് ബോക്സിനൊക്കെ ഭംഗിയുള്ള വേസ്റ്റ് ബോക്സ്, ഓർഗനൈസേഴ്സ് ഒക്കെയുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഒരുപാട് വിലക്കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ കയറിയതുകൊണ്ട്, ഞങ്ങളൊരു 11 മണിക്ക് കയറിയത്, വലിയ തിരക്കൊന്നും ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ കണ്ണാടികളുണ്ട്, അതിനുമൊക്കെ ഒരു 300, 400 ആ റേഞ്ചൊക്കെ ഉള്ളൂ സൺഗ്ലാസസിന്. പിന്നെ അത്യാവശ്യം വീട്ടിൽ വേണ്ട ഈ മിനുക്ക് പണിയുള്ള എല്ലാ സാധനവും ഉണ്ട്. പല്ലിയിപ്പിച്ചു തുടങ്ങിക്കോളും കേട്ടോ. പല്ലില്ലാത്ത വെച്ചിട്ട് ഇങ്ങനെ പല്ലിയിപ്പിക്കുന്നത്. ഇത് ഹോട്ട് വീൽസിൻ്റെ ആരോ ഫ്രീ വീൽസ്, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതിനൊക്കെ 500 രൂപ, ഒരു 800 രൂപ. അതോടെ 800 രൂപയുടേത് 600 രൂപ, 150 രൂപ. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെയും കുറേ ടംബ്ലേഴ്സ് ഉണ്ട്. ആ ടംബ്ലേഴ്സൊക്കെ എന്ത് ഭംഗിയാല്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ആ ബാഗ് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. തൂക്കി പിടിക്കാനും പറ്റും, തോളത്തിടാനും പറ്റും. അതിന് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഭാഗം കണ്ടോ. പക്ഷെ വില കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ നിർത്തി. വേണ്ട, 10 രൂപ വേണ്ട. 750 രൂപയുടെ ബാഗ് മേടിക്കേണ്ട അത്യാവശ്യം ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഈ കുഞ്ഞു സാധനങ്ങൾ ശരിക്കും നമ്മളെ അങ്ങ് അട്രാക്റ്റ് ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ വരണം കേട്ടോ. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. പിള്ളേരെയും കൊണ്ട് വരുന്നത് ഹൈലി റിസ്കി ഏരിയ ആണ്. ഈ സ്ലൈമുണ്ട്, സ്ലൈമിന് 120 എങ്ങാണ്ടാണ്. 2 സൈസ് സ്ലൈമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ പെർഫ്യൂംസ് ഉണ്ട്, പിന്നെ ഹാൻഡ് ക്രീംസ് ഉണ്ട്, വൈപ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഡിയോഡറൻസ് ടൈപ്പൊക്കെ ഉണ്ട്. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ 2 സാധനം വാങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ കാറിൽ കയറി. നിഷമോള് വന്നില്ല. നിഷമോള് ബൈജു ചേട്ടനെ അതിനകത്തിട്ട് പീഡിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ഫോണിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തട്ടാമലേക്ക് വിട്ടു. അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു, എന്താണ് ഗർഭിണിയും കൊണ്ട് പോയിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ എന്നൊക്കെ.
അപ്പം വീട്ടിൽ അടിപൊളി ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തോ ഒക്കെ ബിഗ് തിങ്സ് അച്ഛന്. മൈ ഗോഡ്, ഓ മൈ ഗോഡ്. തമ്പുരു ചേച്ചിക്ക് ചീനി. തമ്പുരു ചേച്ചിയുടെ മോൻ നോക്കുക, എന്തൊരു സന്തോഷം. ഇന്നും സീ ഫുഡാണ് ഗൈസ്, ഇന്നും കക്ക. തമ്പുരുവിന് വേണ്ടിയിട്ട് അച്ഛൻ എവിടുന്ന് മേടിച്ചോണ്ട് വന്നയാ? എവിടുന്നാ? കടയുടെ പേരൂടാ. NS ഓപ്പോസിറ്റ് ഉള്ള. അത് ഞാൻ NS പോകുമ്പോ ആ കടയുടെ ഫ്രണ്ടിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇന്നലെ അവിടെ കയറാന്ന് വിചാരിച്ചാ, പിന്നെ എന്താന്ന് വിചാരിച്ചേ. കൊഞ്ച് ഗർഭിണി ഇന്ന് പൊളിക്കും. കൊള്ളാന്നൊക്കെ. ഇതിനേത് കറി? ചൂരക്കറി. അതെന്തുവാ? ഇതെല്ലാം കൂടെയോ? ഇവരല്ലേ കഴിഞ്ഞ് മെഴുകിയൊക്കെ വരുന്നു. തനിഷ രസോ? ആ രസം, എന്റെ രസം. കല്ലുമ്മക്കൊക്കെ തിന്നാൻ ശീലം വരുന്ന നോക്ക്. അതെ, സൂപ്പർ മീൻ. മീനാണെന്ന് തന്നെയാണ്. അത് ഇന്നലെ ഇല്ലായിരുന്നു. ഹരിശ്രീയില് പോയപ്പോഴും പെടുവരും ഇല്ലായിരുന്നു. യൂട്യൂബിൽ ഇടാൻ പോവാടെ. ഗർഭിണിക്ക് ആദ്യം കൊടുത്തു. ഇവിടെ പല പല കൈകളുടെ കാണാൻ. ടേസ്റ്റ് ഉണ്ടോ? എന്താ കൊള്ളാവോ? കുഴപ്പമില്ലല്ലോ. മോന്ത് തെളിയടി. ഈ പെണ്ണിന് മീൻ ഇഷ്ടമല്ല, പണ്ട് ഇഷ്ടമല്ല. ഞങ്ങൾ കോമ്പിനേഷൻ ഡ്രസ്സാണ്. ചേരുന്നില്ല. എന്തോ ഇഷ്ടമൊന്നും അവൾക്ക് മീൻ ഇഷ്ടമാണ്. നിശയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ നല്ല മീനാണെന്ന് തോന്നുന്നു. ഇച്ചിരി വായി വെച്ചോ, ഞാൻ ഇച്ചിരി തിന്നു നോക്കട്ടെ. കുറച്ച് കക്ക, കൊഞ്ച്, ഇത് കുഴച്ച് ഒരു പിടി, പിന്നേക്കൊരു പിടി. ഇത് മുതുക്കി. ഈ വീട്ടിലെ ഏറ്റവും വയസ്സ് കൂടിയ ആളാണ് അവിടെ ഇരിക്കുന്നത്. 32 വയസ്സ്. കല്യാണം കഴിച്ചു, 2 മക്കൾ. ഇനി ആരും തിരക്കി വരണ്ട. 34. പിന്നെ അമ്മ വാരി കൊടുക്കുന്നുണ്ട്. മുതുക്കി ഭർത്താവുമായിട്ട് വഴക്കിട്ട് കരഞ്ഞ് നാറി. ആ എടുക്കണ്ടായിരുന്നു, ഒരു കണ്ടന്റ് ആയിരുന്നു. പോയി കണ്ടാലും മതി. വാരി കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്കൊന്നും ജീവിക്കണ്ട, അമ്മ മരിച്ചു. നമ്മൾ ഡ്രൈവേഴ്സിന് പോവാണ്. ബൈജു 600 രൂപ സമയത്ത് ഇട്ട് തന്നില്ല. അതിൻ്റെ പേര് ഞങ്ങൾ ഡൈവേഴ്സിന് പോവാം. വീണ്ടും ആശുപത്രി പോകുക അല്ലേ? രാവിലെ തൊട്ട് ആശുപത്രി കിടക്കുക. എന്തൊരു മനുഷ്യരാണ്. എന്ത് കുഞ്ഞമ്മ പറഞ്ഞേ? വണ്ടി നേരെ പോട്ടെ, എന്നിട്ട് ഡ്രൈവ് വാഷ് ചെയ്യാൻ പോവാ. ഞങ്ങൾ ഡ്രൈവ് വാഷ് ചെയ്യാൻ പോവാണ്. എന്നെ അച്ഛൻ ഇഷ്ടമല്ല. പൈസ ഉണ്ട്, ഇതെല്ലാം പൈസയുടെ കേക്കും. കുഞ്ഞമ്മ കൊടയൊക്കെ പിടിച്ചായിരുന്നു കേസ്. ശരി, ആശുപത്രി എത്തിപ്പോട്ടെ കേസ്. തമ്പൂരിനെ കൊണ്ട് ആശുപത്രി വന്നിട്ട് തീശ കിടപ്പായി. ഗായ്സ്, ഡോക്ടറെ കണ്ടു. അവർ മരുന്ന് മേടിക്കുന്നു. മരുന്ന് മേടിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് നമ്മൾ പോയി വണ്ടി എടുത്തിട്ട് വരാം. കാറിൽ വന്നു. ഉച്ചയ്ക്ക് തലവേദന, എന്നും തലവേദനയാണ്. പോയി വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരും. തൈറോയിഡ് കൂടുതലായിരുന്നു. തൈറോയിഡിൻ്റെ ഗുളിക കൂട്ടി കൊടുത്തു. അപ്പം നോക്കിയിട്ടൊക്കെ അവരെന്തെങ്കിലും തീരുമാനിക്കും. ഇന്ന് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അവരെ കൊണ്ടാക്കണം. അവരെ പാലത്തറയിൽ നിന്ന് ഇറക്കി വിടുവാണോ? ബസ്സിൽ കയറി പോകാൻ പറയും. ആ കൊട്ടി തിരക്കി നമുക്ക് നേരെ വീട്ടിൻ്റെ മുമ്പിൽ കിട്ടുന്ന വണ്ടി കിട്ടും. അപ്പം നിങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് പോകും. അതാ നല്ലത്. എന്നെ വീട്ടിലിറക്കിയിട്ട് അല്ലെങ്കിൽ കൂടെ അങ്ങ് പോകും. ശരി.